കാട്ടാന ശല്യത്താൽ പൊറുതിമുട്ടി കണ്ണൂർ ആറളം ഫാമിലെ കുടുംബങ്ങൾ. ഒരാഴ്ചക്കിടെ കാട്ടാനകൾ നശിപ്പിച്ചത് 250ഓളം തെങ്ങുകൾ. ശാശ്വത പ്രതിരോധ നടപടികൾ വൈകുമ്പോൾ ആശങ്കയിലാണ് പുനരധിവാസ മേഖലയിലെ കുടുംബങ്ങൾ. വനമേഖലയിൽ നിന്ന് കടന്നുകൂടിയ കാട്ടാനകൾ ആറളം ഫാമിലെ തെങ്ങിൻതോപ്പ് അവരുടെ താവളമാക്കി കഴിഞ്ഞു. ബ്ലോക്ക് 1, 2, 9 എന്നിവിടങ്ങളിലാണ് കാട്ടാന ശല്യം രൂക്ഷമായിരിക്കുന്നത്. ബ്ലോക്ക് 9 പൂക്കുണ്ട് മേഖലയിൽ കാട്ടുകൊമ്പൻ മണിക്കൂറുകളോളം ഭീതി പടർത്തി. ഇതോടെ വിദ്യാർത്ഥികൾക്ക് സ്കൂളിലേക്ക് പോകാനും മുതിർന്നവർക്ക് ജോലിക്ക് പോകാനും കഴിയാത്ത അവസ്ഥയായി. ആറളം RRT സംഘമെത്തി ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിലാണ് കൊമ്പനെ തുരത്തിയത്. ആനകൾ സ്ഥിരമായി ഇറങ്ങുന്ന ഭാഗത്ത് പ്രതിരോധ സംവിധാനങ്ങൾ കാര്യക്ഷമമല്ലെന്നാണ് പരാതി. ഓരോ ദിവസവും തെങ്ങുകൾ മറിച്ചിട്ട് നശിപ്പിക്കുകയാണ്. 1, 2 ബ്ലോക്കുകളിലാണ് കൂടുതലായും തെങ്ങുകൾ നശിപ്പിച്ചത്. പുനരധിവാസ മേഖലയിലെ താമസക്കാരുടെ വീട്ടുപറമ്പിലെ കാർഷിക വിളകൾ നശിപ്പിക്കുന്നതും പതിവ്. ഇവർ എത്രയും പെട്ടെന്ന് മാറ്റണം. ഇല്ലെങ്കിൽ ഇപ്പം ഈ ഒരു മാസത്തിനുള്ളിൽ തന്നെ 200ഓളം തെങ്ങ് പോയി. 200ഓളം തെങ്ങ് എന്ന് പറയുമ്പോൾ ഒരു വർഷം കൊണ്ട് ഇവിടുത്തെ തെങ്ങ് തീരും. ഈ ഒരു കണക്കിന് പോയാൽ തരിശു ഭൂമിയാവും ഇവിടെ. താൽക്കാലിക സോളാർ വേലി കടന്ന് കാട്ടാനകൾ ജനവാസ മേഖലയിൽ എത്തുന്നുണ്ട്. കാട്ടാന ആക്രമണത്തിൽ 10 വർഷത്തിനിടെ പുനരധിവാസ മേഖലയിലും ഫാം കൃഷിയിടത്തിലുമായി 14 പേർക്കാണ് ജീവൻ നഷ്ടമായത്. നിരവധി പേർക്ക് പരുക്കേറ്റു. 4 മാസത്തിനിടെ മാത്രം 18 വീടുകൾക്ക് നേരെയാണ് കാട്ടാന ആക്രമണം ഉണ്ടായത്. പലർക്കും ജീവൻ തിരിച്ചു കിട്ടിയത് തലനാരിഴയ്ക്ക്. അതായത് ആനശല്യം കൊണ്ട് ഇവിടെ ചെത്താൻ കഴിയാത്ത സ്ഥിതിയാണുള്ളത്. രാവിലെ ചെത്താൻ 6:30 ആ സമയത്ത് ഫാമിനകത്ത് പ്രവേശിക്കും. പക്ഷേ വളരെ ഭീതിയോടുകൂടിയാണ് ഫാമിൽ ചെത്താൻ വരുന്നത്. അപ്പോൾ ഇതിന് ശാശ്വത പരിഹാരം വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നാണ് പറയാനുള്ളത്. കാട്ടാന ആക്രമണത്തിൽ ദമ്പതികൾ കൊല്ലപ്പെട്ടതിന് പിറകെ സർക്കാർ പ്രഖ്യാപിച്ച ആനമതിൽ നിർമ്മാണം ഇതുവരെ പൂർത്തിയായിട്ടില്ല. പുതിയ കമ്പനി കരാർ ഏറ്റെടുത്തെങ്കിലും നിർമ്മാണം ഇഴയുകയാണ്. ആറളം ഫാം പുനരധിവാസ മേഖലയും ആറളം വന്യജീവി സങ്കേതവും അതിർത്തി പങ്കിടുന്ന 9.89 കിലോമീറ്റർ ദൂരത്തിലാണ് ആനമതിൽ നിർമ്മിക്കേണ്ടത്. ഇതിൽ 3.9 കിലോമീറ്റർ മാത്രമേ ഇതിനോടകം നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ളൂ. ശേഷിക്കുന്ന ഭാഗത്തെ ആനമതിൽ നിർമ്മാണം എന്ന് പൂർത്തീകരിക്കുമെന്നതിൽ ഉത്തരവാദപ്പെട്ടവർക്ക് ഉത്തരമില്ല. കണ്ണൂരിൽ നിന്ന് മിഥുൻ ചാത്തത്തിനൊപ്പം സമീർ സി മുഹമ്മദ്, 24.